All the time. Amen. All the time. God is good. എല്ലാ സമയത്തും ദൈവം നമുക്ക് നല്ലവനാണ്. ആമേൻ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മെ അവിടുന്ന് അത്ഭുതകരമായിട്ട് വഴി നടത്തട്ടെ. എല്ലാവരും കർത്താവിനെ കരങ്ങളിൽ അടിച്ച് ആരാധിക്കണം. ദൈവത്തിന്റെ നല്ല സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആരാധന പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ സമയങ്ങളിലും വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നത് ഓർത്ത് നമ്മൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം പ്രേക്ഷിക്കട്ടെ. ഓക്കെ, തുടർന്ന് നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കരമുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നല്ലവനാണോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മള് അല്പസമയം ദൈവവചനം ധ്യാനിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദിവസമായിരിക്കണം. നമ്മള് നല്ല സന്ദേശം നമ്മൾ കേട്ടു. തുടർന്ന് നമ്മള് ചില ദൈവവചനത്തിലേക്ക്, ഈ ദൈവവചനത്തിന് ഭയങ്കര സ്വാധീനമാണ്. ഈ വചനത്തിൽ നമ്മൾ ഉറയ്ക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ആത്മീയ ജീവിതം ബിൽഡ് ചെയ്യാൻ കഴിയും. അപ്പൊ എപ്പോഴും ദൈവവചനത്തിന്റെ ശക്തിക്ക് മാത്രമേ നമ്മളെ ഉറപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനം മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഞാൻ ഇന്ന് ചില ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കണം. എല്ലാവരും ബൈബിൾ എടുത്തേ. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4, 7, 10 ഈ 3 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചത്. മനുഷ്യപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഉത്തരം പറഞ്ഞു. ഇനി 7-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 10-ാം വാക്യം. സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നമ്മള് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നല്ല ഒരു ചിന്ത നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ദൈവവചനത്തിൽ നമ്മെ വിടുവിക്കാൻ കഴിയും. ആമേൻ. ആമേൻ. ഒരിക്കൽ കൂടെ ദൈവവചനത്തെ നമ്മളെ വിടുവിക്കാൻ കഴിയും. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന വാചനങ്ങൾ നിങ്ങളുടെ അകത്ത് നന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം. ഈ ഉറക്കത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിനോയ് ഒരു വീഡിയോ, ഒരു ചർച്ചിലിരുന്ന ഒരാള് ഉറങ്ങുന്ന ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു. ഞാനത് കണ്ടപ്പോ സത്യത്തിന്റെ തമാശ തോന്നി. പിശാച് എത്രയധികം ആൾക്കാരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അവിടെ അതിന്റെ ഒരു നല്ലൊരു പിക്ചറാണ്. കാരണം ഒരു പിശാച് ഇങ്ങനെ ആ പുള്ളിയുടെ മടിയിൽ കയറി ഇരുന്നുകൊണ്ട് ഈ പുള്ളിയെ ഉറക്കി ഓരോ ഉറക്കത്തിൽ കൂടെ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡൻസുകൾ വളരെ വ്യത്യസ്തമാണ്. വായുന്ന വെള്ളം ഒഴുകുന്നു, പുള്ളി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു, പുള്ളി താഴെ വീഴാൻ തുടങ്ങുന്നു, ഞെട്ടി എഴുന്നേൽക്കുന്നു, പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോഴേ പ്രീശ്വരോട് സ്വതന്ത്രം കാണാം. ആ കേൾക്കുന്നതിന്റെ ബാക്കി അന്നേരം ചെയ്യുകയാണ്. ഇങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നറിയോ? ആരാധനയെല്ലാം കഴിഞ്ഞവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പിശാച് പിടിച്ചിട്ട് അവനോട് 2 വർത്താനം പറയുന്ന കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ ദൈവവചനം കേൾക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ആമേൻ. കേൾക്കുക എന്ന് മാത്രമല്ല, ഗ്രഹിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോ ഈ ലുദിയുടെ ഹൃദയം കർത്താവ് തുറന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? ഹൃദയം തുറന്ന് ഇരിക്കുന്ന, അതായത് കർത്താവ് ഹൃദയം തുറന്നവർക്ക് ദൈവവചനം കേൾക്കാൻ പറ്റും. സ്വതന്ത്രം ചെയ്തേ. അടുത്ത് ഇരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് ചോദിച്ച്, യഥാർത്ഥത്തിൽ കർത്താവ് നിങ്ങളുടെ ഹൃദയം തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. മുഖത്ത് നോക്കി ചോദിക്കണം. അത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉറങ്ങുന്നതെന്ന് ചോദിച്ചേ. അടുത്തിരിക്കുന്നവർ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ ഇതിന് മാത്രം ഉറങ്ങുന്നതെന്ന് ചോദിച്ചേ. ഓക്കെ, ദൈവവചനം കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചതാണ്. നിങ്ങൾ ആരും ഉറങ്ങുന്നവരല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും വലിയ ഉണർവോടുകൂടി ഇരിക്കുന്നവരാണെന്നറിയാം. പക്ഷെ എന്നാലും അല്ലെ, പിശാച് എന്ന് പറയുന്ന ഒരാള് പലപ്പോഴും നമ്മളെ ഇങ്ങനെ ഇട്ട് തൊട്ടിലിൽ, അല്ലെ, അമ്മത്തൊട്ടിലിൽ ഇട്ട് ആട്ടുന്ന പോലെ നമ്മളെ ഇങ്ങനെ ഉറക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് ഉണർന്നു വരട്ടെ. പ്രൈസലോടെ. ഓക്കെ, അപ്പോ ഹൃദയം കർത്താവ് തുറന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവവചനം
കേൾക്കുക മാത്രമല്ല ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? വലിയ അത്ഭുതങ്ങൾ അവരിൽ കൂടെ കർത്താവ് ചെയ്യാൻ ഇടയായി തീരും എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ വായിച്ച വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യണം. എനിക്കറിയാം, ഒരു മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. ഒരു ലോങ് ടൈം ഒന്നും ആൾക്കാരുടെ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യത്തൊന്നുമില്ല. പിന്നെ അതുപോലെ പ്രോത്സാഹനകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലാണെങ്കിൽ അവരുടെ മനസ്സുറന്നുകൊണ്ടിരിക്കും, എത്ര പറഞ്ഞാലും അവർ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ആവശ്യമില്ല എങ്കിൽ അതിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമയങ്ങളിലേക്ക് അവർ എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? മനസ്സ് തുറന്ന് ദൈവവചനം കേൾക്കാൻ തയ്യാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച വചനം മത്തായിയുടെ ശേഷം ഞാൻ അതിന്റെ മുഖവരികളൊന്നും പറയുന്നില്ല, ഒറ്റ വാക്ക് പറഞ്ഞാൽ മത്തായി. ഇന്ന് പല ആൾക്കാർക്കും പേരെന്താണ്? മത്തായി എന്നാണ്. പക്ഷെ ആ പേരിന് നമുക്ക് മലയാളത്തിലൊരു ഭാഗം കൂടെ ഉണ്ട്, മത്തായി. പലരും എന്താണ്, പേര് മത്തായി എന്നാണെങ്കിലും സ്വഭാവത്തിൽ അവര് മത്തായി. ഇങ്ങനെയാണ് പലരുടെയും ജീവിതത്തിന്റെ അനുഭവം. അടുത്തേക്ക് തൊഴിലിട്ട് പറ, നിങ്ങൾ മത്തായി ആണോ എന്ന് ചോദിച്ചാൽ പ്രൈസ് ഉദ്ദേശിച്ച ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മത്തായിയുടെ സുവിശേഷം ഞാൻ പിന്നെ അതിന്റെ വിഷയത്തിലേക്ക് വരാം. സമയം നമുക്ക് ചുരുക്കമായതുകൊണ്ട് എക്സ്പ്ലനേഷൻ ഇല്ലാതെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ വായിച്ച വചനത്തിനകത്ത് യേശുവിന്റെ ഉപവാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിന്റെ ഉപവാസമാണ്. യേശുവിന്റെ ഉപവാസം നമുക്കൊരു മാതൃകാപരമായിട്ടുള്ളൊരു ഉപവാസമാണ്. ഈ ഉപവാസത്തിൽ ഉണ്ടായ ചില സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ ഇനി ഒന്നാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ എന്ന് വ്യക്തമാണ്. അപ്പോ ഇവിടെ യേശുവും പിശാചും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം യേശുവിന് ഇപ്പൊ പോരാടേണ്ട ആവശ്യമൊന്നും പിശാചുമായിട്ട് പോരാടേണ്ട ആവശ്യമൊന്നുമില്ല. മനുഷ്യർക്ക് ഈ പോരാട്ടമൊക്കെ ഉള്ളൂ, അല്ലെ? പോരാട്ടം മനുഷ്യർക്കേ ഉള്ളൂ. യേശുവിന് ഇപ്പൊ പോരാടേണ്ട കാര്യമൊന്നുമില്ല. കാരണം യേശു പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞാൽ വിട്ടുപോയാൽ മതിയാവും. കാരണം അതിനകത്ത് വേറെ വലിയ കാര്യങ്ങൾ ഡിമാൻഡ്സ് ഒന്നുമില്ല. പിശാചിനോട് യേശു വിട്ടുപോകാൻ പറഞ്ഞാൽ പിശാച് വിട്ടുപോകണം. കാരണം അധികാരിയാണ് യേശു എന്നുള്ളതാണ്. ഇനി യേശുവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. യേശു ആരാണ്? പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ യേശു എന്ന് പറയുന്നത് ദൈവ മനുഷ്യനാണ്. യേശു ആരാണ്? ദൈവ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് യേശു ദൈവമാണ്, അതേ സമയത്ത് യേശു മനുഷ്യനാണ്. ഇനി ഒരേ സമയത്ത് ദൈവമാണ് എന്നതിന്റെ ഒത്തിരിയേറെ തെളിവുകൾ നമുക്കുണ്ടല്ലോ. ഇന്ന് ഒരാൾ ഒരു വാക്യം തെറ്റിച്ചു പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 7-4. എന്നിട്ട് പറഞ്ഞു യേശു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ട് ഇത് ധരിച്ചു വെച്ചേക്കുന്നത് നമുക്ക് കാര്യം പെട്ടെന്ന് ക്ലിക്ക് ആകത്തില്ലെന്നാണ്. ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ട് മനസ്സിലായത്. ഇപ്പൊ എപ്പോഴും പറഞ്ഞിട്ട് പോയിരിക്കുന്ന ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ഇവിടെ വാക്യം വളരെ ശ്രദ്ധിക്കണം. അതായത് യേശു എന്ന് പറഞ്ഞാൽ ദൈവ പുരുഷനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഇനി യേശുവിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. യേശു സർവശക്തനാണ്, യേശു സർവ വ്യാപിയാണ്, യേശു സർവ ജ്ഞാനിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിനുള്ള ഏറ്റവും അടിസ്ഥാന ഗുണങ്ങളാണ് ഏതൊക്കെ? സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ഇത്രയും ഉണ്ടെങ്കിൽ ആർക്കും ദൈവമാകാം, നിങ്ങൾക്കും ദൈവമാകാം. പക്ഷെ എന്ത് വേണം? ഈ അടുത്ത സമയത്ത് ഞാൻ കഴിഞ്ഞ് ഓർമ്മിച്ചതുപോലെ മനുഷ്യ ദൈവങ്ങൾ കൂടുപോലെ പെരുകിക്കൊണ്ടിരിക്കുക. അപ്പോ 24 അവരുടെ ഒരു മീറ്റിങ്ങില് തമ്മിൽ അങ്ങനെയാണ് പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഈ മനുഷ്യ ദൈവങ്ങളെ എല്ലാം ഇരുത്തിക്കൊണ്ട് അവർക്ക് ഓപ്പോസിറ്റും കുറെ ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഒരു സംവാദം നടക്കുകയാണ്. എനിക്ക് മൊത്തമൊന്നും കാണാൻ പറ്റിയില്ല, എന്റെ റീല് മാത്രമേ കണ്ടുള്ളൂ. അതിനകത്ത് വളരെ രസകരമായ ഒരു ഭാഗം ഉണ്ടായിരുന്നു. ഒരു വ്യക്തി യൂട്യൂബ് ഒരു ബ്ലോഗറാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ മനുഷ്യരെ പറ്റിച്ച് ജീവിക്കുന്നു, ഞാൻ ഇവരെ പറ്റി ജീവിക്കുന്നു. എനിക്കത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇവർ മുഴുവനും എന്താണ്, ഓരോ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് അതിനകത്ത്.
മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുക. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നിവിടെ കേൾക്കുന്ന ദൈവവചനം മനുഷ്യനെ പറ്റിക്കലല്ല. നീ ജീവിക്കേണ്ടത് നിന്നോട് അറിയിക്കുന്ന വ്യക്തമായ സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ആത്മരക്ഷ. നമ്മുടെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഒരുമിച്ച് പറഞ്ഞേ, ആത്മരക്ഷ. ആത്മാക്കൾ രക്ഷിക്കപ്പെടുക. എവിടെ നിന്ന്? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുക. കണക്ക് കമ്പനിയത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന പൈസ എങ്ങനെ നമ്മുടെ പോക്കറ്റിൽ വരും എന്നതല്ല പ്രശ്നം ഇവിടെ. അതല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെനിക്ക് ഭയങ്കര ആയിട്ട് എനിക്ക് സീരിയസ് ആയിട്ട് ഞാൻ എടുത്തൊരു വിഷയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവരൊക്കെ പാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യദൈവങ്ങൾ കുറെ ആൾക്കാർ പല രീതികളിൽ അവിടെ ഇരിപ്പുണ്ട്. പല രീതികൾ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിലും മുടിയിലും കുറിയിലും പല കാര്യങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ക്രിസ്ത്യാനികളെ പിടിക്കാനാ പാടുന്നത്. അവരെ പിടിക്കാൻ പാടാണ്. ശരിയായിട്ടുള്ളവരെ പിടിക്കാൻ പാടാം. കാരണം അവർ പറയുന്ന കാര്യത്തിന് സത്യമുണ്ട് എന്നുള്ളതാണ്. സത്യമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം, ഒരു ദൈവം എന്നതിന് ആവശ്യമായത് 3 കാര്യങ്ങളാണ്. മനസ്സിലായി പറഞ്ഞു. അപ്പോൾ ഇത് യേശുവിനുണ്ട്. അവൻ സർവശക്തനാണ് എന്ന് പറഞ്ഞാൽ ഒരു ബൈബിളിലെ ഒരു അടയാളം പറഞ്ഞു, യേശു സർവശക്തനാണെന്നുള്ളതിന്. കാറ്റിനെയും കടലിനെയും ശാസിച്ചു. കുറെ കൂടെ അപ്പുറത്തോട്ട് പോയാൽ മരിച്ചവരെ ഉയർപ്പിച്ചു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്. അതുപോലെ സർവജ്ഞാനിയാണ്. സർവജ്ഞാനിക്കൊരു തെളിവ് പറഞ്ഞു. ശക്കായിയുടെ പേര് വിളിച്ചു അല്ലെ? നഥനയേലിനോട് തന്റെ ഭാവി പറഞ്ഞു. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ. അവൻ സർവജ്ഞാനിയാണ്, പിന്നെ സർവവ്യാപിയാണ്. ഒരേ സമയത്ത് ഇന്ന് അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ, ഞാൻ മുമ്പ് ഭാഗ്യപ്പോൾ പറഞ്ഞതുപോലെ, യേശുവിന്റെ നാമം സർവവ്യാപിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ യേശുവിന്റെ നാമത്തിലെ ആരാധന നടക്കുമ്പോൾ ലോകം മുഴുവൻ ഈ നാമത്തിലുള്ള ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം തന്റെ പ്രശംസിക്കാൻ കഴിയുന്നവരാണ് ദൈവം. ഇന്ന് അതുകൊണ്ടാണ് യേശുവിന്റെ നാമം ശ്രേഷ്ഠമായത്. ഇനി പിശാചുക്കൾ ഈ ഗുണങ്ങൾ അവർക്കുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെല്ലാവരും പിശാചിനെ പേടിയുള്ള കാര്യപ്പെടുത്തിയ ഒരു ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞു. ഇത്ര ക്ലിയർ ആയിട്ട് കേട്ടത് കൊണ്ടാണ്. അല്ലെന്നൊരു എനിക്കറിയാം ചില ആൾക്കാർ എന്ത് ചെയ്തേനെ, ബോധം പോയി ഹല്ലേലൂയ പറഞ്ഞേനെ. പിശാചിനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിശാചിനെ പേടിയുള്ളൂ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മള് അല്ലെ, ഇപ്പൊ ഒരു ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി പിശാചിന് പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാം. ഇനി ചിലരൊക്കെ രാത്രിയിൽ അല്ലെ എന്തെങ്കിലും കിടന്നുറങ്ങുമ്പോ പോലും, ഞാൻ ഒരാളെ കുറിച്ച് കേട്ടെങ്ങനെ, ബൈബിളിന്റെ മേലൊരു പിശാച് തലേനയുടെ അടുത്ത് വെച്ചേക്കുക, ബൈബിള് അതിന്റെ മേളിൽ പിശാച്. അത്ര ഭയങ്കര ധൈര്യശാലികൾ ഉണ്ട്. പറഞ്ഞതിന്റെ ആശയം പലർക്കും പിശാചിനെ പേടിയാണ്. പലർക്കും നല്ല ഓൾമോസ്റ്റ് പിശാച് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള വിഷയമാണ്. കുറെ ആൾക്കാർക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരാള് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം ആദ്യം, അതായത് ഈ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്ത് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഇന്നസെന്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, ആരോ ഒരാള് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിശാചിനെ ശവക്കോട്ട വഴി പോകാൻ ഭയങ്കര പേടിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തന്നെ പ്രോത്സാഹിപ്പിച്ചു, ഞാൻ അങ്ങനെ ഭയന്നിരുന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹം ഏത് പ്രോഗ്രാമിന് പോയാലും പ്രോഗ്രാമിൽ തന്റെ കൂട്ടുകാരോടൊപ്പമാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം അദ്ദേഹം തന്റെ വീട്ടിലോട്ട് പോകുന്നിടത്ത് ഒരു ചെറിയ സിമിത്തേരി ഉണ്ട്, അത് കവർ ചെയ്ത് വേണം പോകാൻ. പക്ഷെ അദ്ദേഹം അന്ന് ഒരു പ്രത്യേക സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ആ പ്രോഗ്രാമിൽ എഴുന്നേറ്റ് തന്റെ അടുത്തോടെ പോയി. അങ്ങനെ സ്വയം താൻ അതിനെ അതിജീവിച്ചു, ധൈര്യശാലിയായി മാറിയതാണ്. എന്ന് പറഞ്ഞാൽ അത് എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനിടയെ. പല ആൾക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ സ്വയം ശ്രമിച്ചാൽ നിങ്ങളുടെ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് ഒന്നും ചെയ്യാൻ പറ്റിയല്ല.
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ പിശാചിനെ പേടിയുള്ളവർക്ക് ഒന്ന് രണ്ട് പാഠം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ പിശാചിന് ശക്തി ഇല്ലെന്ന് വിശ്വസിക്കണം. ഒന്നെങ്കിൽ പിശാചിന് ശക്തി ഇല്ലെന്ന് വിശ്വസിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ പിശാച് ഇല്ല എന്ന് വിശ്വസിക്കണം. ഒന്നെങ്കിൽ പിശാചിന് ശക്തി ഇല്ലെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പിശാച് ഇല്ല എന്ന് വിശ്വസിക്കണം. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിശാചാണ് ഏറ്റവും വലിയ ശക്തിമാനെന്ന് വിശ്വസിക്കണം. ഇതിലേതെങ്കിലും ഒരു വിശ്വാസം അടിസ്ഥാനപരമായി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ എളുപ്പമാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ കൂട്ടമുണ്ട്. ദൈവത്തെ വിശ്വാസമുണ്ട്, പിശാചിനെ വിശ്വാസമുണ്ട്. സാഹചര്യങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് പ്രവർത്തിക്കുന്ന പിശാചാണ്. ഇതിനകത്തെല്ലാം പിശാചിനെ കേറ്റരുത്. ഒന്നെങ്കിൽ നിങ്ങളുടെ ദൈവം സർവശക്തനാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കഴിയണം. ഓക്കെ, ഇനി ഞാൻ പിശാചിനെ കുറിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങൾക്ക് നൽകി തരാം. നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിശാചുക്കൾ എന്തല്ല? സർവജ്ഞാനികളല്ല. പിശാചികൾ, ഞാനിപ്പോ ഇത് പറയുന്നത് യേശു പിശാചിനെ അപ്രോച്ച് ചെയ്ത് സിമ്പിൾ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ. അതുപോലെ ദൈവമക്കൾക്ക് അത് കഴിയണം. ദൈവമക്കൾക്ക് അത് കഴിയണം. എന്നെ ശ്രദ്ധിക്കണം. പിശാചുക്കൾ എന്തല്ല? സർവജ്ഞാനികളല്ല. സർവജ്ഞാനി അല്ലെന്ന് പറയാൻ കാരണം എന്തെന്നറിയാമോ? ഒരിക്കലും മനുഷ്യരുടെ ചിന്തകളെ, വികാരങ്ങളെ വ്യക്തമായിട്ട് അവന് അറിയില്ല. ഞാൻ മനസ്സിലാകുന്നോ? നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യത്തില്ല, അവന് അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇയ്യോബിനെ എടുത്ത് പഠിച്ചേ. ഇയ്യോബിനെ പിശാച് പരീക്ഷിച്ചില്ലേ? പിശാച് ഏത് ഡിമാൻഡിലാണ് പിശാച് പരീക്ഷിച്ചേ? അവന് എന്റെ കയ്യിലൊന്ന് താ, അവന്റെ വേലി ഞാൻ പൊളിക്കാം, അവൻ നിന്നെ തള്ളി പറയുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് പിശാചിന് ആ വേലി പിടിക്കാൻ അവസരം കൊടുത്തത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഫയലിലെന്തായിരുന്നു? പരാജയപ്പെട്ടു പോയി. പിശാചിന് ഇയ്യോബിന്റെ വിശ്വാസം തകർക്കാൻ കഴിഞ്ഞു? യെസ്, കഴിഞ്ഞില്ല. എന്താ കഴിയാത്തതിന്റെ കാരണം? തന്റെ അകത്തെ തീരുമാനത്തെ പിശാച് അറിയത്തില്ല. സർവജ്ഞാനി അല്ല അവൻ. മീൻസ് അവൻ സർവശക്തനല്ല. ഇവൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പേടിക്കുന്ന പിശാച് അവൻ സർവശക്തൻ അല്ല, അവൻ സർവജ്ഞാനിയുമല്ല. ഇന്ന് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ തകർക്കാൻ അവന് കഴിയത്തില്ല. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു.